ഹെൽത്തി അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന വിഭവം കപ്പ കുഴച്ചതാണ്. അതിനായി ആവശ്യമുള്ള ചേരുവകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. കപ്പ 1 കിലോഗ്രാം, തേങ്ങ 1 കപ്പ്, പച്ചമുളക് 3 എണ്ണം, വെളുത്തുള്ളി 3 അല്ലി, ജീരകം 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, കടുക് 1 ടീസ്പൂൺ, ചെറിയ ഉള്ളി 5 എണ്ണം, വറ്റൽമുളക് 2 എണ്ണം, കറിവേപ്പില 4 തണ്ട്, കുക്കിംഗ് ഓയിൽ ആവശ്യത്തിന്. കപ്പ തൊലി കളഞ്ഞതിന് ശേഷം കഴുകി ചെറുതായിട്ട് മുറിച്ചെടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മുറിക്കാം. ചീകി വേണമെങ്കിലും അരിഞ്ഞെടുക്കാം. ഞാനിവിടെ കുറച്ച് വലുതായി മുറിച്ചാണ് എടുക്കുന്നത്. മുറിക്കുമ്പോൾ ചെറിയ നാരുകളൊക്കെ വരും, അതൊക്കെ എടുത്ത് മാറ്റണം. അതിനുശേഷം നന്നായി 4-5 പ്രാവശ്യം കഴുകിയെടുക്കാം. ഇനി കപ്പ വേവിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കപ്പ നന്നായി വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നത് പോലെ വേണം വെള്ളം എടുക്കാൻ. അതിനുശേഷം ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് വേണം വേവിക്കാൻ. നന്നായി തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ആക്കാം. പകുതി വെന്ത് കഴിയുമ്പോൾ വെള്ളം ഊറ്റിക്കളയണം. കപ്പയ്ക്ക് കയ്പ്പ് വല്ലതും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കപ്പ ഒന്നുകൂടി വേവിക്കാൻ വെക്കാം. കപ്പ വേവുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായി മിക്സിയുടെ ജാറിലേക്ക് എടുത്തു വെച്ചിരുന്ന തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും ജീരകവും 2 തണ്ട് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കണം. ഇപ്പോൾ കപ്പ നന്നായി വെന്തിട്ടുണ്ട്. വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കപ്പയിലേക്ക് ചേർത്ത് അടച്ചു വെച്ചതിന് ശേഷം 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ആവി കയറ്റാം. അരപ്പൊന്ന് വേവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു തവി കൊണ്ട് കപ്പ നന്നായി ഉടച്ചെടുക്കണം. ഇനി ഇതിലേക്ക് കടുക് വറുത്ത് ചേർക്കാം. കടുക് വറക്കാനുള്ള പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞു. ഇനി ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉള്ളി നന്നായി വഴണ്ടിട്ടുണ്ട്. ഇനി വറ്റൽമുളക് മുറിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഈ വറവിനെ കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ കപ്പ കുഴച്ചത് റെഡി ആയിട്ടുണ്ട്. ഇത് ഇറച്ചിക്കറിയുടെ കൂടെയും മീൻ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ഹെൽത്തി അടുക്കള എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
സബ്സ്ക്രൈബ് ബട്ടൻ്റെ സൈഡിലുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനിയും മറ്റൊരു വിഭവവുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.